ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ ബോണ്ട് ഡാറ്റ അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. ജാർഖണ്ഡ് മുക്തി മോർച്ച ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവും ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ്റെ അറസ്റ്റും ഏതാണ്ട് സമാനമായ വിധത്തിൽ ബി ജെ പി അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നോക്കൂ, കോടതികളിൽ നിന്ന് ഇന്ന് നമ്മൾ ഒറ്റ ദിവസം മാത്രം എടുത്താൽ കോടതികളിൽ പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് തുടരെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കരുതി വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയുമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. രാമക്ഷേത്രവും അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും ഒക്കെ തന്നെയും പക്ഷേ അതിനോട് അടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, ഈ പറയുന്ന ലോഗ് ഓവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ബി ജെ പി പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. 50% ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കോടതി വിധിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ സുജയ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, അതിൻ്റെ എല്ലാ നമ്പറുകൾ ഉൾപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യ രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ആ നിലയിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള കേസാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടാണല്ലോ ബി ജെ പി അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പാർട്ടി എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായ രീതിയിൽ അഴിമതി നടത്തുന്നത് എന്ന് കാണിച്ചു തന്ന ഒരു കേസാണിത്. ആ കേസിൻ്റെ ഒരു പൂർണ്ണ രൂപങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബി ജെ പി എന്ന പാർട്ടിക്ക് 100 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പും ശേഷവും ആ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികൾ എടുത്തു, അത് മരവിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത മണിക്കൂറുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ദില്ലിയിലെ മുഖ്യമന്ത്രി, നമ്മൾ നേരത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി കണ്ടിരുന്നു. പക്ഷേ ദില്ലിയിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ അതിൻ്റെ അഖിലേന്ത്യാ കൺവീനറാണ്. അഖിലേന്ത്യാ കൺവീനറെ ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിൽ വന്നത്? അന്നാ ഹസാരെയുടെ മൂവ്മെൻറ്റിനെ തുടർന്ന് അഴിമതി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടാണ് 2009-14 സർക്കാരിലുണ്ടായിട്ടുള്ള UPA 2ാം സർക്കാരിലുണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ആ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അഴിമതിക്കെതിരായിട്ടുള്ളൊരു കുരിശുദ്ധം എന്നുള്ള നിലയിലാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, ദില്ലിയിലെ മുഖ്യമന്ത്രിയെ ബി ജെ പിക്ക് ഒരു കാരണവശാലും കടിഞ്ഞാണിടാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പോഴത്തെ വാർത്ത മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രാഥമികമായ വാദം അവസാനിപ്പിക്കാം. നോക്കൂ, കേരളം ദില്ലിയിലെ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച ധർണ പരിപാടിയിൽ അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ തന്നെയും ഒരാൾ കുറ്റക്കാരനാണ് കണ്ട് ജയിലിലേക്ക് അയക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ED എന്ന അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ബി ജെ പി സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരാളെ കണ്ടെത്തുക, അയാളെ ജയിലിലിടണം, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അയാൾക്ക് EDയുടെ ഒരു കേസ് ഉണ്ടാക്കുന്നു. അയാളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്കെതിരായിട്ടുള്ള കേസ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത്, അയാൾക്ക് എതിരായിട്ടുള്ള കേസ് എത്ര കാലം അന്വേഷിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെ വിചാരണ എത്ര കാലം നീട്ടിക്കൊണ്ടു പോകണമെന്ന് തീരുമാനിക്കുന്നത്, ആ എത്ര കാലം ജയിലിലിടണമോ അത്രയും കാലം
അയാളെ ജയിലിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്കെതിരായിട്ടുള്ള കുറ്റം വിചാരണ ചെയ്യപ്പെടുകയോ അതിൻ്റെ അന്തിമ വിധി തീർപ്പിലേക്ക് എത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയാണ് BJP അവലംബിക്കുന്നത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്ന ആളല്ല. കാരണം ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രമില്ല. പക്ഷേ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുമായുള്ള ഇടപഴകലിലൂടെ ആം ആദ്മി പാർട്ടിയുടെ Meet the editors.